2ാം വർഷ വിദ്യാർത്ഥിയാണ് ചേതൻ. അവൻ കോളേജിലെ ഒരു ഗ്യാങ് ലീഡർ കൂടിയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം ചില വികൃതി തരങ്ങളുമായി ചേതനും ഗ്യാങ്ങും നിൽക്കുമ്പോൾ ആ കോളേജിലേക്ക് പുതിയതായി എത്തുന്ന സുന്ദരിയായ പെൺകുട്ടി ഫെബിയ ചേതൻ്റെ മനസ്സ് കീഴടക്കുന്നു. ഫെബിയയുമായി സൗഹൃദം കൂടാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫെബിയ അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെയിരിക്കെ ഫെബിയയെ കാണാൻ കോളേജിൽ ഒരു അപരിചിതൻ എത്തുകയാണ്. ഫെബിയയെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമത്തിൽ ചേതൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നീടുള്ള സംഭവബഹുലമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കാഡ്ബറീസ് എന്ന ചിത്രത്തിന്റെ കഥാവികസനം. ഹോസ്റ്റലിലാണോ താമസം? അല്ലടാ, പായും തല്ലുടയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മരുമകളായിട്ടാണ് നീ ഇവിടെ കയറി വന്നതെങ്കിലും നല്ലൊരു ഭാവി നിനക്കുണ്ട്. ബൈക്ക് കയറിയല്ലോ, ഇനി മനസ്സിൽ കയറിക്കോളൂ. നമുക്കെന്നും ആനന്ദം, നിനക്കത് ബൈബിളിൽ കാലിക്കട്ടാം ഞാൻ. ഇന്ന് എന്ത് കോളൊപ്പിക്കാനുള്ള പരിപാടാ? ലൈല മജ്നുവിന്റെ കഥ അറിയാത്തവരായിട്ട് ആരാ ഉള്ളത്? എങ്കിൽ ഈ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ഫെബി ഞങ്ങൾക്കൊന്ന് എഴുതി തരണം. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കാം. എടാ, ഒന്ന് വേഗം വിടറാ. ഞാൻ ഫെബിയാണ്. ഫെബി, അങ്ങനെ അങ്ങ് പോയാലോ? പെണ്ണിനെ അങ്ങനെ കൊണ്ടുവന്ന് വിചാരിച്ചോളാം. നിനക്ക് ഇവളെ കിട്ടിയോളടാ പ്രേമിക്കാൻ. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലും മറ്റും തരംഗമായി കഴിഞ്ഞു. ചിത്രം മെയ് 3 തിയേറ്ററുകളിലെത്തും. എന്തിനു ഞാൻ ഈ വഴിയിൽ പോസ്റ്റ് ചാരി നിക്കണ്, എന്നെ നോക്കി സ്മൈൽ ചെയ്താൽ എന്തടി പെണ്ണ്. എന്തിനു ഞാൻ ഈ വഴിയിൽ പോസ്റ്റ് ചാരി നിക്കണ്, എന്നെ നോക്കി സ്മൈൽ ചെയ്താൽ എന്തടി പെണ്ണ്. നോക്കി നിൽക്കെ കൂട്ടായി എങ്ങു പോണ് കൺമണി, തേടി തേടി ഞാൻ പമ്പരമായി, നിന്നെ തേടി തേടി ഞാൻ പമ്പരമായി.